സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി കെ മധുവിനെ നിയമിച്ചു. മുൻ ചെയർമാൻ ഷാജി എൻ കരുണിന്റെ മരണശേഷമാണ് കെ മധുവിന്റെ നിയമനം. KSFDC ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു സംവിധായകൻ കെ മധു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനിലാണ് ചേരുന്നത്. ബിനിൽ, നിരവധി സിനിമകളുടെ സംവിധായകനാണ് കെ മധു. മലയാളികൾക്ക് ഏറെ പരിചിതനായ സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായി വരുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുക? സ്വാതിയിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി KSFDCക്ക് ചെയർമാൻ ഉണ്ടായിരുന്നില്ല. ചെയർമാൻ ആയിരുന്നത് സംവിധായകൻ ഷാജി എൻ കരുണാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം മറ്റൊരു ചെയർമാനെ തീരുമാനിച്ചിരുന്നില്ല. അങ്ങനെ KSFDCക്ക് ഒരു നാഥനില്ല കളരി എന്നൊക്കെ വിമർശനങ്ങളൊക്കെ വന്നതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് കെ മധുവിനെ ചെയർമാനായി തീരുമാനിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനം. മറ്റൊന്ന്, അദ്ദേഹം ഈ KSFDCയുടെ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായിരുന്നു. മാത്രമല്ല, നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ മലയാളത്തിലെ അറിയപ്പെടുന്ന സംവിധായകനാണ് അദ്ദേഹം. വളരെ ഹിറ്റ് ചിത്രങ്ങളൊക്കെ മലയാള സിനിമാ മേഖലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് കെ മധു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അതിലേക്ക് വരുമ്പോൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. എന്നാലും 18-അംഗ ഡയറക്ടർ ബോർഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഡയറക്ടർ ബോർഡ് അംഗത്തിൽ നിന്ന് തന്നെയാണ് ഒരാളെ നിയമിക്കുകയും ചെയ്തത്. എന്തായാലും ആരാകും ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അതായത് KSFDC ചെയർമാനായി വരിക എന്നുള്ളത് സിനിമാ പ്രേമികൾ നോക്കിയിരുന്നു. പ്രത്യേകിച്ച് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എല്ലാ വർഷവും കൃത്യമായി തന്നെ വനിതകൾക്ക് പ്രത്യേകിച്ച് സിനിമകൾ നിർമ്മിക്കുകയും ആ രീതിയിൽ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് കെ മധു ആണ് വരുന്നത്. മാത്രമല്ല, മൊത്തത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ കെ മധുവിനെ ചെയർമാനായി തീരുമാനിച്ച് സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. സ്വാതി. ശരി ബിനിൽ, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനായി കെ മധുവിനെ നിയമിച്ചിരിക്കുന്നു. മുൻ ചെയർമാൻ ഷാജി എൻ കരുണിന്റെ മരണശേഷമാണ് കെ മധുവിന്റെ നിയമനം ഉണ്ടാകുന്നത്.